നമസ്കാരം. ടീ ടൈം ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനീഷും അനുമോളും ഒരേ വേദിയിൽ. കൂടെ അനീഷിനെ സ്നേഹിക്കുന്ന പെരിയാർ ഉമ്മയും മോനും. പോത്തൻകോട് രാജകുമാരി ടെക്സ്റ്റൈൽസിൻ്റെ രാജകീയ മംഗല്യം. ഈ ഫെസ്റ്റിൽ അനുമോളെയും അനീഷിനെയും ഒരുമിച്ച് കാണാൻ സാധിച്ചതിൽ സന്തോഷം. എവിടെ പോയാലും എല്ലാവരും ഒരു ചോദ്യത്തിലാണ് എത്തുന്നത്: അനീഷും അനുമോളും എപ്പോഴാണ് കല്യാണമെന്ന്. എന്തൊരു കഷ്ടമാണ് നോക്കണേ. ബിഗ് ബോസ് എല്ലാം കഴിഞ്ഞു, എന്നിട്ടും ഇതിനൊരു കുറവുമില്ല. അനീഷിന് അനുമോളോടൊരു ഇഷ്ടം തോന്നി. അത് അനീഷ് തുറന്നു പറയുകയും ചെയ്തു. അനുമോൾ അത് നിരസിക്കുകയും ചെയ്തു. പിന്നെ എന്തിനാ എല്ലാവരും കൂടി ഈ ഒരു സംസാരം? അവർ എത്ര നല്ല സുഹൃത്തുക്കളാണ് അവിടെ ഇരിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ. പലരുടെയും എപ്പോഴുമുള്ളൊരു ചോദ്യമാണ്: എന്നാണ് നിങ്ങളുടെ കല്യാണം? അനീഷിനെ അനു തേച്ചോ? അതിന് നല്ലൊരു മറുപടി അനീഷും അനുവും കൊടുക്കുന്നുണ്ട്. ആരൊക്കെയോ പടച്ചു വിടുന്ന കാര്യങ്ങളാണ്. ഇതാ അവിടെ ഒരു ഫ്രെയിമില് ഞങ്ങൾ രണ്ടുപേരും ഇതാ ഒരു ഫ്രെയിമില്. തീർച്ചയായിട്ടും അനുമോളായിട്ട് നല്ലൊരു സൗഹൃദമാണ് കിട്ടിയുള്ളത്. സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റ്സ്, സോഷ്യൽ മീഡിയയിൽ കമന്റ്സ് ഇടാൻ വേണ്ടിയിട്ട് ആൾക്കാർ അതിന് വേണ്ടിയിട്ട് മാത്രം ഇരിക്കുന്നവർ കുറച്ച് പേരുണ്ട്. പക്ഷെ ഞാൻ ഇതൊക്കെ ഇഗ്നോർ ചെയ്ത് വിടുന്നുണ്ട്, മൈൻഡ് ആക്കുന്നില്ല. അതൊക്കെ മൈൻഡ് ആക്കാൻ നോക്കി നിന്നാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരിടത്തും എത്താറില്ല. അതുകൊണ്ട് ഞാനിതൊക്കെ എന്താ പറയണ്ടേ, ഒരു പണി ഇല്ലാണ്ട് വീട്ടിൽ ഇരിക്കുന്നവരാണ് ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നത്. അപ്പൊ എനിക്ക് അവിടുത്തെ പുച്ഛം മാത്രമല്ല, എനിക്ക് ഒന്നും പറയാനില്ല. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അനീഷ് അനുമോളെ അനിയത്തിക്കുട്ടിയായിട്ടാണ് കാണുന്നതെന്ന് ഒരിക്കൽ പറയാറുണ്ടായിരുന്നു. ഒരു തമാശ രൂപത്തിൽ അനു അനീഷിനെ ഇഷ്ടമുള്ളതായി കാണിച്ചിട്ടുണ്ടാവാം, ഇല്ല എന്ന് പറയുന്നില്ല. അത് അവൾ അവിടെ തന്നെ പറയുന്നുണ്ട്. ഇതെല്ലാം ഞാനൊരു തമാശയായിട്ട് കാണിക്കുന്നതാണ്, അനീഷിനെ സ്വന്തം ജ്യേഷ്ഠനെ പോലെയാണ് എന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഈ വക സംഭവങ്ങളെല്ലാം അവർ രണ്ടുപേരും ബിഗ് ബോസിൽ നിന്ന് തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ട്. പിന്നെന്തിനാണ് ഈ പുറത്ത് വന്നിട്ട് വീണ്ടും വീണ്ടും ഈ ചോദ്യങ്ങൾ എന്നറിയുന്നില്ല. എത്ര ചോദിച്ചാലും ഈ ഒരു മറുപടിയെ അനുവിൽ നിന്നുണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ടും വെറുതെ തമാശക്കൊരു ചോദ്യം. ഓക്കെ, ബൈ. നമുക്ക് വീണ്ടും കാണാം.